അപ്പോൾ ഞാനപ്പോൾ ഈശോയുടെ മനുഷ്യത്വം മാത്രമാണ് കാണുന്നത്. ഞാനിപ്പോൾ ഈശോയോട് പറയുക, ഈശോയെ നീ വിഷമിക്കണ്ട കേട്ടോ, എനിക്കിതൊക്കെ ശീലമാണ്, ഇത് കുറേ നാളായില്ലേ, എനിക്ക് ഫുൾ ബോഡി പെയിൻ ഇതൊക്കെ ഉള്ളതാണ്, സാരമില്ല, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ ഒന്നും പറഞ്ഞില്ല, മാറി എൻ്റെ തലക്കീഴിൽ ഞാൻ കൃപാസനം പത്രവും തൈലവും എല്ലാം വെക്കുന്ന തലക്കീഴിലേക്ക് മാറിയിരുന്നു. കൃപാസന വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്, നേർച്ച വസ്തുക്കൾ. മാറി ഈശോ കസേരയിൽ ഇരിക്കുക. കസേരയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വെള്ള ഡ്രസ്സ് ലോഹയൊക്കെ ഇട്ടിട്ടാണ് ഈശോ ഇരിക്കുന്നത്. എനിക്ക് പേടിയായി, എന്നെ വിളിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല, ദൈവമേ എന്നെ ഇപ്പോൾ വിളിച്ചോണ്ട് പോവുമോ. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് മരിക്കണ്ട, ബൈബിളിലുണ്ടല്ലോ ഹെസക്കിയായ്ക്ക് 15 വർഷം ആയുസ് കൂട്ടിക്കൊടുത്തു, എനിക്ക് ആയുസ് വേണം, എനിക്കിപ്പോൾ മരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഈശോ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്തിനാ ചിരിച്ചെന്നെ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ എന്തെന്നറിയാമോ, എന്നെ ഇങ്ങനെ ഈ കോളർ ഭാഗം, ആ ഉടുപ്പിൻ്റെ ലോഹയുടെ ഭാഗം ഇങ്ങനെ എന്നെ കാണിക്കുക. അതായത് നീ പേടിക്കണ്ട, ഞാൻ വീട്ടിലിരിക്കാൻ വന്നതാണെന്ന് എനിക്കപ്പോൾ പെട്ടെന്ന് പിടികിട്ടി, പുറത്ത് പോകാൻ നിൽക്കുന്ന ഒരാളെപ്പോലെ അല്ല. അപ്പോൾ